ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കുള്ള വീഡിയോ ക്ലാസ്സാണിത്. 100ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, 100 അതിൽ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും PSC ബുള്ളറ്റിൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് അംബേദ്കറെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതിൽ റാങ്ക് നിർണ്ണയിച്ച ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങൾ, ഇത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ആദ്യമായിട്ട് പഠിക്കുന്നവർക്കും ഓൾറെഡി സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞവർക്കും ഇത് ഒരുപാട് ഉപകാരപ്പെടും. നമ്മുടെ സിലബസിൽ, തന്നിരിക്കുന്ന സിലബസിൽ ഈ ഭാഗം പ്രത്യേകം പറഞ്ഞിട്ടില്ല എങ്കിലും ഇത് പ്രത്യേകം PSC എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ചോദ്യങ്ങൾ, വാസ്റ്റായിട്ടുള്ളൊരു സിലബസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത്. അപ്പോൾ അത് മെയിൻ എക്സാം കണ്ടുകൊണ്ട് തന്നെ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾ ഉപകാരപ്പെടുത്തണം. കാരണം ഇത് PSC ബുള്ളറ്റിനിലൂടെ നമുക്ക് കിട്ടിയ ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളിലൂടെ പോവാം. ബാബാ സാഹിബ് അംബേദ്കറുടെ അവസാന പുസ്തകം ഏതായിരുന്നു? ദ ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ. ബാബാ സാഹിബ് അംബേദ്കറുടെ അവസാന പുസ്തകമായിരുന്നു ദ ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ. ഈ പുസ്തകം അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് പ്രസിദ്ധീകരിച്ചത്. ബാബാ സാഹിബ് അംബേദ്കറുടെ അവസാന പുസ്തകമായിരുന്നു ദ ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ. പൂന പാക്റ്റിൽ അംബേദ്കറിനൊപ്പം ഒപ്പുവെച്ചത് ആരാണ്? പൂന പാക്റ്റ് നമുക്കറിയാം, ഗാന്ധിജിയും അതുപോലെ തന്നെ അംബേദ്കറും തമ്മിലുള്ള ഒരു സന്ധിയായിരുന്നു പൂന പാക്റ്റ് എന്ന് പറയുന്നത്. പൂന പാക്റ്റിൽ അംബേദ്കറിനൊപ്പം ഒപ്പുവെച്ചത് മദൻ മോഹൻ മാളവ്യയായിരുന്നു. അൺടച്ചബിൾസ് എന്ന് പറയുന്നൊരു വിഭാഗത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട് അംബേദ്കറാണ് ഒപ്പുവെച്ചത്. മറ്റ് ഹിന്ദുസിന് വേണ്ടിയിട്ട് മദൻ മോഹൻ മാളവ്യയുമായിരുന്നു ഒപ്പുവെച്ചത്. അംബേദ്കർ പൂന പാക്റ്റ് ഒപ്പുവെച്ചത് എവിടെ വെച്ചായിരുന്നു? ഏർവാഡ ജയിലിൽ വെച്ചാണ്. ഏർവാഡ ജയിലിൽ വെച്ചാണ് അംബേദ്കർ പൂന പാക്റ്റ് ഒപ്പുവെച്ചത്. ഈയിടെ റദ്ദാക്കിയ ഏത് ആർട്ടിക്കിളിനോടാണ് അംബേദ്കറിന് എതിർപ്പുണ്ടായിരുന്നത്? ആർട്ടിക്കിൾ 370. അതായത് ജമ്മു കാശ്മീരിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തുകൊണ്ട് ഗോപാൽസ്വാമി അയ്യങ്കാറും അതുപോലെ തന്നെ മറ്റ് ലോയേഴ്സുമൊക്കെ സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തുകൊണ്ട് വാദിച്ച സമയത്ത് അതിനോട് എതിർപ്പുണ്ടായിരുന്ന വ്യക്തിയാണ് അംബേദ്കർ. അപ്പോൾ ഈയിടെ റദ്ദാക്കിയ ആർട്ടിക്കിൾ 370യോടാണ് അംബേദ്കറിന് എതിർപ്പുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഓർത്തു വയ്ക്കുക. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. ഏറ്റവും കൂടുതൽ PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഈ ചോദ്യം. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. അംബേദ്കറെ കൂടാതെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ തേജ് ബഹാദൂർ സപ്രു. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഏകദേശം നമ്മളിപ്പോൾ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നിട്ടുള്ള ചോദ്യമാണത്. അംബേദ്കറെ കൂടാതെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ഇന്ത്യക്കാരനാണ് തേജ് ബഹാദൂർ സപ്രു. ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്ന വ്യക്തി അംബേദ്കറാണ്. ദ അൺടച്ചബിൾസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അംബേദ്കറാണ്. അംബേദ്കർ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ദ അൺടച്ചബിൾസ് മാത്രമല്ല, അപ്പോൾ ദ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, അല്ലെങ്കിൽ റാനഡെ ഗാന്ധി ജിന്ന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ, പിന്നെ മിസ്റ്റർ ഗാന്ധി, ഇമാൻസിപ്പേഷൻ ഓഫ് അൺടച്ചബിൾസ്, വാട്ട് കോൺഗ്രസ് ആൻഡ് ഗാന്ധി ഹാവ് ഡൺ ടു അൺടച്ചബിൾസ്, പിന്നെ അങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ, ബുദ്ധ ഓർ കാൾ മാർക്സ്, അങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള പുസ്തകങ്ങളൊന്നാണ് ദ അൺടച്ചബിൾസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് അംബേദ്കർ. ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ചൈത്യഭൂമി. ഓർക്കുക, ഇത് പലവട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ചൈത്യഭൂമി. അംബേദ്കർ രൂപം നൽകിയ പ്രസ്ഥാനമാണ് മെഹർ എന്ന പ്രസ്ഥാനമാണ് അംബേദ്കർ രൂപം നൽകിയ പ്രധാന പ്രസ്ഥാനം. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് പാർട്ടി എന്ന് പറയുന്ന മറ്റ് പാർട്ടികളും ഉണ്ട്. അപ്പോൾ അതുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നാലും മെഹർ എന്ന പ്രസ്ഥാനം പ്രത്യേകം ഓർത്തിരിക്കണം. അതുപോലെ അംബേദ്കറിന് ഭാരതരത്ന നൽകി ആദരിച്ച വർഷം 1990 ആണ്. പോസ്റ്റ്മസ്ലിയാണ്, അത് ഓർക്കുക. അംബേദ്കറിന് ഭാരതരത്ന നൽകി ആദരിച്ചത് 1990 കാരണം അദ്ദേഹം 1956 ഡിസംബർ 6 അന്തരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം 1990 അദ്ദേഹത്തിന് ഭാരതരത്ന നൽകുന്നതെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. മഹാപരിനിർവാൺ ദിവസ് എന്ന് പറയുന്ന ദിവസം എന്നാണ്? അത് ഏത് ഡേ ആണ്? ഡിസംബർ 6 അങ്ങനൊരു ദിനം ആചരിക്കുന്നത്. അത് അംബേദ്കർ മരിച്ച ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് മഹാപരിനിർവാൺ ദിവസ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 6 ഓർക്കുക, ഡിസംബർ 6. മൂക് നായക് ആരുടെ പ്രസിദ്ധീകരണമാണ്? മൂക് നായക് എന്ന പ്രസിദ്ധീകരണം അംബേദ്കറിൻ്റെ പ്രസിദ്ധീകരണമാണ്. ഓർക്കുക, അംബേദ്കറിൻ്റെ പ്രസിദ്ധീകരണമാണ് മൂക് നായക്. ബാബാ സാഹിബ് അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച വർഷം? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 1956 ഒക്ടോബർ 14 വർഷം പ്രത്യേകം ഓർത്തിരിക്കുക. ബാബാ സാഹിബ് അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച വർഷം 1956. അപ്പോൾ നമുക്കത് കേരളം രൂപീകരിക്കപ്പെട്ട ആ ഒരു സമയമായിട്ടൊക്കെ നമുക്ക് ഓർത്തിരിക്കാം. ബാബാ സാഹിബ് അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച വർഷം 1956 ഓർക്കുക.
അംബേദ്കറിനോടുള്ള ബഹുമാനാർത്ഥം ദേശീയ ജലദിനമായിട്ട് ആചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ഏപ്രിൽ 14 ഏപ്രിൽ 14 ജലദിനം, ദേശീയ ജലദിനം എന്നാണെന്ന് കൂടി ഓർത്തിരിക്കാം. ഏപ്രിൽ 14 നമുക്ക് അത് പെട്ടെന്ന് ഓർത്തിരിക്കാം. വിഷു ഏപ്രിൽ 14 അല്ലേ വരാറുള്ളത്. അപ്പോൾ ഏപ്രിൽ 14 ദേശീയ ജലദിനം കൂടിയാണ്. അംബേദ്കർ ജനിച്ച ദിവസമാണ്. അംബേദ്കറിനോടുള്ള ബഹുമാനാർത്ഥം ദേശീയ ജലദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 14. ദി അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകം അംബേദ്കറുടേതാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു പുസ്തകമാണിത്, ദ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം. ബഹിഷ്കൃത ഭാരത് ആരുടെ പ്രസിദ്ധീകരണമാണ്? ബഹിഷ്കൃത ഭാരതും അംബേദ്കറിൻ്റെ പ്രസിദ്ധീകരണമാണ്. ശരിക്കും മൂക് നായക്, ബഹിഷ്കൃത ഭാരത്, അതുപോലെ തന്നെ പ്രബുദ്ധ ഭാരത്, ജനത എന്നൊക്കെ പറയുന്ന പ്രസിദ്ധീകരണങ്ങളെല്ലാം തന്നെ അംബേദ്കറുടേതാണ്. ബഹിഷ്കൃത ഭാരതിന് പകരം ഇന്ത്യ ഓസ്ട്രാസൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബഹിഷ്കൃത ഭാരത് ഇന്ത്യ ഓസ്ട്രാസൈസ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അതിൻ്റെ ഇംഗ്ലീഷ് പേര് ഇന്ത്യ ഓസ്ട്രാസൈസ്ഡ് എന്നാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കണം. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി, ഭരണഘടനാ ശില്പി, ഭരണഘടനയുടെ പിതാവ് ആര് എന്നൊക്കെയുള്ള ചോദ്യം ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി, ഭരണഘടനാ ശില്പി, ഭരണഘടനയുടെ പിതാവ്. അംബേദ്കർ ജനിച്ച സ്ഥലം ഏതാണ്? അംബേദ്കർ ജനിച്ച സ്ഥലം മധ്യപ്രദേശിലെ മൂ എന്ന് പറയുന്ന പ്രദേശമാണ്. അപ്പോൾ ഉത്തർപ്രദേശ് എന്ന് അറിയാതെ ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. അംബേദ്കർ ജനിച്ചത് മധ്യപ്രദേശിലെ മൂ എന്ന് പറയുന്ന പ്രദേശത്താണ്. അംബേദ്കറുടെ മുംബൈയിലെ വസതിയുടെ പേരാണ് രാജഗൃഹ്. അവിടെ ഇപ്പോൾ ഒരു ലൈബ്രറി, മ്യൂസിയം ഒക്കെ പ്രവർത്തിക്കുന്നു. രാജഗൃഹ് എന്ന് പറയുന്നത് അംബേദ്കറുടെ മുംബൈയിലെ വസതിയുടെ പേരാണ്. ജനത എന്ന പ്രസിദ്ധീകരണം ഒരു തവണ ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ട് വന്ന ചോദ്യമാണ്. ജനത എന്ന പ്രസിദ്ധീകരണം ആരുടേതാണ്? ജനത എന്ന പ്രസിദ്ധീകരണം അംബേദ്കറുടേതാണ്. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ വർഷം, ആ ദിവസം 1947 ഓഗസ്റ്റ് 29 അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാവുന്നത്. ഇനി മറ്റു പല ചോദ്യങ്ങളുണ്ട്. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് അല്ലേ. ആദ്യമായിട്ടൊരു നിയമസംഹിത, നിയമാവലി ഉണ്ടാക്കുന്നത് മനുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹവും ആധുനിക മനു എന്ന് അറിയപ്പെടുന്നു. അതുകൂടാതെ ഇദ്ദേഹത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഗാന്ധിജി ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറെ ഗാന്ധിജി വിശേഷിപ്പിച്ചിരുന്നു. ഇത് ചോദിച്ചിട്ടില്ല. റാങ്ക് ഫയലുകളിലൊക്കെ ഈ ഒരു ചോദ്യം കാണാറുണ്ട്. പക്ഷേ PSC ബുള്ളറ്റിന് ഈ ചോദ്യം കണ്ടിട്ടില്ല. എന്നാലും ഓർത്തിരിക്കുക, ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആയിരുന്നു. പിന്നീട് മറ്റൊരു പ്രത്യേകത ഓർത്തിരിക്കേണ്ടത്, അദ്ദേഹത്തെക്കുറിച്ചൊരു സിനിമ വന്നിട്ടുണ്ടല്ലേ അംബേദ്കർ. അപ്പോൾ അതിൽ അഭിനയിച്ച വ്യക്തി മമ്മൂട്ടിയാണ്. അതൊക്കെ നമുക്കറിയാം. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ ഉണ്ട്. അത് ലണ്ടനിലാണ്. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ ലണ്ടനിലാണ്, അത് ഓർക്കുക. പിന്നെ അംബേദ്കറോടുള്ള ആദരസൂചകമായിട്ട് 2015 നാണയങ്ങൾ പുറത്തിറക്കിയിരുന്നു. അതായത് 10 രൂപയുടെയും 125 രൂപയുടെയൊക്കെ നാണയങ്ങൾ പുറത്തിറക്കിയത് അംബേദ്കറോടുള്ള ആദരസൂചകമായിട്ടാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക. ബുദ്ധ ഓർ കാൾ മാർക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരും ഒന്ന് ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമം, അതായത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് ഭീംറാവു രാംജി അംബേദ്കർ എന്നായിരുന്നു. ഒന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഭീംറാവു രാംജി അംബേദ്കർ, BR അംബേദ്കർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പ്രത്യേകം തന്നെ ഓർത്തിരിക്കുക. അംബേദ്കറുമായിട്ട് നമ്മൾ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗത്തും മറ്റു ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പം പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്നാലും ഇത്രയും ചോദ്യങ്ങൾ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളെങ്കിലും നമ്മളൊരു പ്രിലിമിനറി എക്സാമിൽ അല്ലെങ്കിൽ മെയിന് പോകുമ്പോൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ഇതാണ് അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യാനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ ലിങ്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്